ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗയാസ് ലക്കി വേൾഡ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടാണ്. കുട്ടികളുടെ ഫേവറേറ്റ് ആയ ബിരിയാണി, അതും കുക്കറിൽ എങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ആവശ്യമായ സാധനങ്ങൾ: തക്കാളി, പച്ചമുളക്, 2 മീഡിയം സൈസ് സവാള ഞാൻ നീളത്തിൽ അരിഞ്ഞത് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിത്തഴ, സ്പൈസസ് പട്ട, കറാമ്പൂ, തക്കോലം, പെരിഞ്ജീരകം, ബേ ലീവ്സ് തുടങ്ങിയവയൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബസ്മതി റൈസോ ഏത് ബിരിയാണി റൈസ് വേണമെങ്കിലും എടുക്കാം. അത് നന്നായി കഴുകി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കാഷ്നട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു കുക്കർ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കാൻ വെക്കാം. ചൂടായ ഓയിലിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ചൂടായി വന്നതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂ ഇട്ടെടുക്കാം. കാഷ്യൂ നന്നായി ഇളക്കി കൊടുക്കുക. കാഷ്യൂവിൻ്റെ കളർ ഒന്ന് ചേഞ്ചായി വരുന്നത് വരെ മാത്രം നമുക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. സ്പൈസസ് ഒക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കണം. സവാള ആഡ് ചെയ്തതിന് ശേഷം ബ്രൗണിഷ് കളർ ആവുന്നത് വരെ നന്നായി നമുക്ക് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കാം. സവാള നന്നായി വഴന്നു വരുന്നതാണ് ഈ ബിരിയാണിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിനായിട്ട് അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അതിലേക്ക് കുറച്ച് മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. ബിരിയാണി മസാല, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി എന്നിവയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. വഴണ്ടി വന്ന സവാളയിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അടിപ്പിടിക്കാതെ നന്നായി ഇളക്കിയെടുക്കാം. വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി, പച്ചമുളക് എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് വരട്ടെ, അതുവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. തക്കാളി ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ആഡ് ചെയ്യാൻ. ഞാൻ വളരെ കുറച്ച് അളവിൽ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മസാലപ്പൊടികളൊക്കെ കൂട്ടിക്കൊടുക്കാം. ഇനി നന്നായിട്ട് വഴണ്ട് വരുന്നത് വരെ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നന്നായി വെന്ത് വന്ന മസാലയിലേക്ക് നമുക്കിനി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. 1 കപ്പ് അരിക്ക് 2 കപ്പ് എന്ന അളവിലാണ് ഞാൻ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. നന്നായി തിളച്ച് വരുന്നതിന് ശേഷം മാത്രമേ നമുക്ക് അരി ആഡ് ചെയ്യാൻ പാടുകയുള്ളൂ. ഞാൻ ഈ സമയത്ത് അതിലേക്ക് മല്ലിത്തഴ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിത്തഴ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് വേണമെങ്കിൽ വഴറ്റുമ്പോഴും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇപ്പോഴാണ് ആഡ് ചെയ്യുന്നത്. അതും ആഡ് ചെയ്ത് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ആഡ് ചെയ്ത് കൊടുക്കാം. അരി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. നന്നായി തിളച്ച് വരുമ്പോൾ കുക്കർ മൂടി മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വേവിച്ചെടുക്കാം. പ്രഷറൊക്കെ കളഞ്ഞ് എടുത്താൽ രുചികരമായിട്ടുള്ള ബിരിയാണി റെഡിയായി. കുക്കറിൽ പെട്ടെന്ന് രാവിലെ എണീച്ച് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് സൈഡ് ഡിഷിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് വരുന്നതാണ്.